ഞാൻ മുൻകൈ എടുത്തുകൊണ്ടുവന്ന നിരവധി പദ്ധതികളുണ്ട്. പത്രങ്ങളിൽ കൂടെ വായിച്ചറിയുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ഞാൻ അവിടെ വേണ്ട ഒരാളല്ലെന്ന്. പാർട്ടിയെ അങ്ങനെ ഒരുപാട് വിമർശിക്കണ്ടെന്ന് വെച്ച ഒരു തോന്നലാണ് എനിക്കിപ്പോ തിരിച്ചടിയായത്. പാർട്ടിക്ക് നല്ല മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതാണ് ഞാൻ പാർട്ടിക്ക് വേണ്ടി ചെയ്ത വലിയ പ്രവർത്തനം. അതിനൊരു വിലയില്ലാണ്ടായി. എന്നെ കൺവിൻസ് ചെയ്യിച്ചു കോൺഗ്രസിന്റെ നേതാക്കൾ. അങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് വന്നത്. എന്ത് കൊടുത്തപ്പോഴും എന്ത് പാർട്ടിക്കുണ്ടായെന്നുള്ളത് വലയാക്കുന്നില്ല. പക്ഷെ എന്റെ ഒരു നല്ല കൈ അതിനകത്തുണ്ട് എന്നുള്ളത് പാർട്ടി കണ്ടില്ല. സഖാവ് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അന്നേരം പാർട്ടിയിൽ ഇല്ലല്ലോ. ചെറിയ സമയം കൊണ്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഞാന്. വീണ ജോർജും പാർട്ടി മെമ്പർ പോലും ആയിരുന്നില്ലല്ലോ. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചിലർ ചെയ്താൽ കുഴപ്പമില്ല, ചിലർ ചെയ്താൽ കുഴപ്പം. പുതിയത് വന്നാൽ അത് കൊട്ടാരക്കരയ്ക്ക് കൊണ്ടുവരുന്നൊരു നമ്മളെല്ലാം തെരഞ്ഞെടുപ്പ് വരുമ്പോഴല്ല വാഗ്ദാനം പറയണ്ടേ. പൊളിറ്റിക്സിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്, മാന്യമായ ഭാഷ. നമ്മൾ ശരിയാണോ എന്ന് ആദ്യം നോക്കണം. ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊട്ടാരക്കര മുൻ MLA-യും അതോടൊപ്പം ഈ അടുത്ത കാലത്ത് കോൺഗ്രസിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ രാഷ്ട്രീയ കേരളത്തിന്റെ ചർച്ചാ വിഷയവുമായി മാറിയ ശ്രീമതി ഐഷ പൂറ്റിയാണ്. നമസ്കാരം മാഡം. നമസ്കാരം. 2 ആഴ്ച മുമ്പാണ് ഏകദേശം മാഡം കോൺഗ്രസിലേക്ക് ഭാഗമാവുന്നത്. അതിനുശേഷം എങ്ങനെയായിരുന്നു ഇത്രയും നാൾ ഒപ്പം പ്രവർത്തിച്ചിരുന്ന സഖാക്കളുടെയും അതോടൊപ്പം പുതുതായി വന്നു കയറിയ കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയിൽ കുറെ കാലം പ്രവർത്തിച്ചിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം ഉണ്ടായിരുന്ന പാർട്ടിയിലുള്ളവർക്ക് ഉണ്ടാവില്ല. അതാണ് ഈ സൈബർ മേഖലയിലൊക്കെ ഉണ്ടായ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കുറേ അധികം വിമർശനങ്ങളൊക്കെ വന്നിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല. ദീർഘകാലമായിട്ട് ഞാൻ ആ പാർട്ടിയിൽ നിന്നെല്ലാം വിട്ടിട്ട് എനിക്ക് ഉണ്ടായ കുറച്ചേറെ മാനസിക പ്രയാസങ്ങളുണ്ട്. അതായത് നമ്മളൊരു വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന MLA അല്ലാതായിട്ടും വളരെ ആക്റ്റീവായിട്ട് പാർട്ടി സമ്മേളനം, ജില്ലാ സമ്മേളനത്തിൽ അന്നാണ് ഞാൻ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ആവുന്നത്. അതിനു മുമ്പ് 20 കൊല്ലമായിട്ട് ഏരിയ കമ്മിറ്റിയിലായിരുന്നു. അപ്പൊ അതിലെല്ലാം മംഗള അസോസിയേഷൻ, വർഗബഹുജന സംഘടനകളിലെല്ലാം പ്രവർത്തിക്കുകയും MLA എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളും ഒരു സമയവും കളയാതെ പ്രവർത്തിച്ചുകൊണ്ടൊക്കെ ഇരുന്ന MLA അല്ലാതായപ്പോഴും ഞാൻ പാർട്ടി വർക്കുകളെല്ലാം നന്നായി ചെയ്തു കൊണ്ടുപോയിരുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും കുറച്ച് ഞാനിത് ഒരുപാട് പറഞ്ഞുകൊണ്ട് എനിക്ക് ആവർത്തിക്കണം എന്ന് വലിയ ഇഷ്ടമില്ല, എങ്കിലും പറയാണ്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ പിന്നെ ഒരു ശൂന്യത പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ വക്കീലായിരിക്കുമ്പോഴും ഫുൾ ടൈം ആക്റ്റീവ് ആയിരുന്നു. എന്ന് വെച്ചാൽ കേസും കക്ഷികളും ഒക്കെ ആയിട്ട് 2000 വരെ. അങ്ങനെയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ടേണിങ് വരുന്നത്. അത് കഴിഞ്ഞ് ഇത്രയും കാലം ഇങ്ങനെ ഓടി നടന്ന് പ്രവർത്തിച്ചിട്ടപ്പോൾ തിരിച്ച് ഞാനൊരു ഡിസിഷൻ എടുത്തു. ഇങ്ങനെ ഒരു ശൂന്യത പോലെ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. കാരണം ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ മുൻകൈ എടുത്തുകൊണ്ടുവന്ന നിരവധി പദ്ധതികളുണ്ട്. അപ്പൊ കോവിഡ് വന്ന് കുറച്ച് ഡിലേ ആയി, പണി പൂർത്തീകരിച്ചെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പറ്റാതെ വന്നതായിട്ടുള്ള നിരവധി ഈ മണ്ഡലത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള പഞ്ചായത്തുകളിലൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. റൂറൽ SP ഓഫീസ് ഉൾപ്പെടെ താലൂക്ക് ആശുപത്രി തുടങ്ങിയിട്ടുള്ള വലിയ പ്രോജക്റ്റുകളും ചെറുതും MLA ഫണ്ട് കൊടുത്തത്. അപ്പൊ അതെല്ലാം ആകുമ്പോൾ ഞാൻ അതിന്റെ എല്ലാ ഉദ്ഘാടനങ്ങളും തറക്കല്ലിടിയിലും ഒക്കെ പത്രങ്ങളിൽ കൂടെ വായിച്ചറിയുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ആദ്യമൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാവരും എന്നെ വിളിക്കുമായിരുന്നു. എന്തേ വന്നില്ലല്ലോ, നോട്ടീസിൽ പേര് കണ്ടില്ല, ഞാനിവിടെ ഇല്ല എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഇന്നായിരുന്നല്ലേ എന്ന്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായായിരുന്നു ഞാൻ അവിടെ വേണ്ട ഒരാളല്ലെന്ന്. മാത്രമല്ല പലപ്പോഴും എന്നിട്ടും ഈ വർക്കെല്ലാം ചെയ്ത് ഞാൻ പോകുന്നുണ്ടായിരുന്നു, പാർട്ടി വർക്ക്. അപ്പം MLA ആയിരുന്ന കാലത്ത് ചെയ്തതിനൊന്നും നമുക്കൊരു അംഗീകാരം വേണമെന്നല്ല, മുന്നേ പോയവരെ നമ്മളൊന്ന് ഒരു സ്പേസ് കൊടുക്കണമല്ലോ. ഞങ്ങൾ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ട്. അതൊന്നും ഇല്ലാതെ വന്ന നല്ല പ്രയാസം ഞാൻ ഒത്തിരി വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ പോകുന്നില്ല. അതുകൊണ്ട് അതെല്ലാം അവസാനിപ്പിച്ച് ഞാൻ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറഞ്ഞിരുന്നു. സമ്മേളനം വന്നപ്പോൾ ഞാൻ കമ്മിറ്റികൾക്ക് പോകാതായി. ഞാൻ പറഞ്ഞു എന്റെ ആവശ്യമില്ല, എനിക്ക് എന്റെ പ്രവർത്തനം അവിടെ ആവശ്യമില്ലാന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് വേറെ ആരെയാണെന്ന് വെച്ചാൽ ആക്കിക്കോളാം. ഞാൻ നേതാക്കളോടല്ല, ജില്ലാ സെക്രട്ടറി അടക്കം ഈ മന്ത്രിയോട് ഉൾപ്പെടെ ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം നേതാവാണല്ലോ. എല്ലാവരോടും, എന്നോട് സംസാരിച്ചിട്ടുള്ളവരോടെല്ലാം ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. ഇന്നത് കൊണ്ടാണെന്നും പറഞ്ഞു. അതിനെപ്പറ്റി കൂടുതൽ വിശദാംശം ഞാനിപ്പം ഇവിടെ പറയുന്നില്ല. എങ്കിലും എന്താണ് ഈ പ്രയാസങ്ങൾ എന്നുള്ളതെല്ലാം ബോധ്യപ്പെടുത്തിയിട്ട് അതിനൊന്നും
ഒരു റിസൾട്ടും ഒരു റെസ്പോൺസും ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ പതുക്കെ വിചാരിച്ചു ഞാൻ എൻ്റെ ഓഫീസിലേക്ക്, പഴയ വക്കീൽ ഓഫീസ് അവിടെ സജീവമാകണം. ചിറ്റപ്പൻ മരിച്ചു. അപ്പൊ ഞാൻ അങ്ങോട്ടങ്ങ് വിരിക്കും. ഫുൾ അങ്ങ് എൻ്റെ പ്രൊഫഷനിലേക്ക് മാറി. പിന്നെ എൻ്റെ മക്കളുടെ കൂടെയൊക്കെ ഇടയ്ക്ക് കുറെ റിലാക്സ് ചെയ്ത് പോകാൻ പറ്റി. എൻ്റെതായിട്ടുള്ള ഒരു മേഖലയിലേക്ക് ഞാൻ അങ്ങ് മാറി. എന്നെ അങ്ങ് ഒഴിവാക്കിയിട്ട് വേറെ ആരെയാന്ന് വെച്ചാൽ എടുത്തോളാൻ അന്ന് പോലെ പറഞ്ഞു. പാർട്ടിയിലും എല്ലാവർക്കും പൊതുജന സംഘടനയിൽ നിന്ന് ഒഴിവാക്കിക്കോളാനും പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയെല്ലാം ഒഴിവാക്കിയില്ലായിരുന്നു. പക്ഷെ സമ്മേളനം വന്നപ്പോൾ അവർ ഒഴിവാക്കി. അപ്പൊ ഒരു വലിയ വാർത്ത വന്നു. അപ്പോഴും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്വയം ഒഴിവായതാ, വയ്യാത്തോണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ പാർട്ടിയെ അങ്ങനെ ഒരുപാട് വിമർശിക്കണ്ടെന്ന് വെച്ച ഒരു തോന്നലാണ് എനിക്കിപ്പോ തിരിച്ചടിയായത്. കാലിനൊരു പ്രശ്നം പറ്റിയത് സത്യമാണ്. ആ സിവിൽ സ്റ്റേഷനിൽ അന്നത്തെ ഇപ്പോഴത്തെ മന്ത്രിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാനായിട്ട് കഴിഞ്ഞ 21 മാർച്ചിൽ നടക്കുമ്പോൾ ഒരു തള്ളു വന്നപ്പോൾ ഇങ്ങനെ സ്ലിപ്പ് ചെയ്തു പോയി. അങ്ങനെ കാലിന്റെ ഒരു പ്രശ്നം പറ്റി സമയത്ത് അതൊന്നും ചെയ്തില്ല. അന്നേരം കുറെ കഴിയുമ്പോൾ നടക്കാൻ വയ്യാതായി. കുറച്ച് നാൾ കഷ്ടപ്പെട്ടു പോയി നടക്കാൻ. സാരമില്ല, അതൊക്കെ മാറി. പിന്നെ ഈ പ്രവർത്തനത്തിനിടയ്ക്കും ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് എന്തായാലും ഇതിനേക്കാൾ നല്ല, കാരണം ഒരു എന്തെങ്കിലും ഒരു ഒരു എന്താ അതിനെ വിവരിക്കുന്നത്, ഈ എന്താ തരണ്ടേന്നാ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ തരിക എന്ന് പറഞ്ഞ സ്നേഹമാണ് വേണ്ടത്, കരുതലും ഒരു കെയറിങ്ങും. ഇത്രയും കാലം ഇരുന്ന ഒരാളിനെ ചുമ്മാ അത് തന്നില്ലേ ഇത് തന്നില്ലേ എന്ന് ചോദിച്ചാൽ ആ സമയം മുഴുവൻ പാർട്ടിക്ക് നല്ല മൈലേജ് ഉണ്ടാക്കി കൊടുത്തെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അവരുടെ സ്നേഹമാണ് എനിക്കുള്ളത്. അത് പാർട്ടിയിലേക്ക് അവരെ അടുപ്പിച്ചു. അതാണ് ഞാൻ പാർട്ടിക്ക് വേണ്ടി ചെയ്ത വലിയ പ്രവർത്തനം. അതിനൊരു വിലയില്ലാണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് വിട്ടുപോയി. അപ്പൊ എന്നെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും മറ്റു പാർട്ടിയിലെ നേതാക്കളും എല്ലാം എന്നോട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ അന്നത്തെ വാർത്തയിൽ ഞാൻ പോവുകയാണ്, ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകാന്ന് പറയാം, അങ്ങനെ പോകേണ്ട ആളല്ലെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും എനിക്ക് മാനസികമായിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതെന്നെ കൺവിൻസ് ചെയ്യിച്ചു കോൺഗ്രസിന്റെ നേതാക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇത്രയും വർഷം പൊതുസമൂഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരാള് വക്കീൽ ഓഫീസിൽ വന്നിരുന്ന് അങ്ങോട്ട് പോവുകയല്ല വേണ്ടത്, പൊതുസമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മണ്ഡലത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് എനിക്ക് അന്നേരം മനസ്സിലായിട്ടുണ്ട്. സ്നേഹം കൊണ്ടല്ല അങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ശരി എനിക്ക് പ്രവർത്തിക്കാവുന്ന സ്പേസ് അവിടെ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് സ്പേസ്, നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാവുന്ന സ്പേസ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നാ പിന്നെ അത് സെലക്ട് ചെയ്യാവുന്ന, അങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് വന്നത്. 12-ാം തീയതി ആ പരിപാടിയിലെല്ലാം കഴിഞ്ഞ ആഴ്ചയിലുള്ള പരിപാടിയിൽ പങ്കെടുത്ത മാഡം 15 വർഷത്തോളം ഇവിടെ MLA ആയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ കാലയളവിൽ കൊട്ടാരക്കരയുടെ CPM ഒരു മുഖം കൂടിയായിരുന്നല്ലോ. അങ്ങനെ ഒരു സമയത്ത് പക്ഷേ പാർട്ടി അതിനുശേഷം MLAയുടെ ഒരു കാലയളവ് കഴിയുന്നതോടുകൂടി പെട്ടെന്നൊരു അവഗണിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ് പെട്ടെന്നുണ്ടാവും? എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ലത്. ആ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വെച്ചാൽ ഒരു സ്പേസേ വേണ്ടാന്ന് വെച്ചാൽ അവര് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇനി എന്തോ കൊടുക്കണം എന്നാ. എന്ത് കൊടുത്തപ്പോഴും എന്ത് പാർട്ടിക്കുണ്ടായെന്നുള്ളത് വലയാക്കുന്നില്ല. അത്രയും ജനങ്ങളുടെ ഒരു സമ്മതി, സ്നേഹം. എന്റെ ഏറ്റവും വലിയ വിലപ്പെട്ട സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ തന്ന സ്നേഹമാണ്. അതേ എനിക്ക് സമ്പാദ്യമായിട്ടുള്ളൂ. ആ സ്നേഹം കൊണ്ട് തന്നെ എന്നും ജയിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഞാൻ ജയിച്ചു വരുമ്പോൾ ഒന്നോ രണ്ടോ പഞ്ചായത്ത് മാത്രമേ LDFന്റെ ഉള്ളൂ. കൊളക്കട പോലെയുള്ള, വെളിയം പോലെയുള്ള സ്ഥലങ്ങള്. ബാക്കിയെല്ലാം UDFന്റെ ആണ്. അതെല്ലാം മാറി മൊത്തം ഇത് വന്ന് എന്റെ മിടുക്കാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ ഒരു നല്ല കൈ അതിനകത്തുണ്ട് എന്നുള്ളത് പാർട്ടി കണ്ടില്ല. അതില് പിന്നെ ഒരു കാര്യമുണ്ട്, കുറെ കാലം കൊണ്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, ഞാനൊക്കെ ആദ്യം CPMലേക്ക് വന്ന ഒരു കാലമല്ല ഇപ്പം. അതല്ലെങ്കിൽ നമുക്ക് കാണാമല്ലോ, നമ്മളെല്ലാം കണ്ടോണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ ആ കാലഘട്ടം അങ്ങ് മാറിയിട്ട് വേറൊരു രീതിയിലേക്കാണ്. ഇത് കുറച്ച് ആൾക്കാർക്ക് വേണ്ടി പോകുന്ന പോലെ ഒരു ഫീലാണ് വരുന്നത്. തന്നെയല്ല പഴയ കാലത്തെ ഉള്ള ഒരുപാട് കാര്യങ്ങളും മൂല്യങ്ങളും ഒക്കെ അതൊക്കെ മാറിപ്പോയി വേറൊരു രീതിയിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാ കാണുന്നത്. അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ പൊതുവെ പറയാറുള്ളത് കോൺഗ്രസിനുള്ളിലെയും BJPയിലെയൊക്കെ ഗ്രൂപ്പ് തർക്കങ്ങളെയൊക്കെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. ഇപ്പോ മാഡം 2006 മുതൽ MLA ആയിരുന്ന ആളാണ്. അതിന് മുമ്പ് തദ്ദേശ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അങ്ങനെ നോക്കുമ്പോൾ VS അച്യുതാനന്ദന്റെ കാലത്തെ CPM-ഉം ഇപ്പോ പിണറായി വിജയന്റെ കാലത്തെ CPM-ഉം തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാനതാണ് പറഞ്ഞത്, ഞാൻ വന്ന കാലത്തെ പോലെ അല്ല. ഞാൻ 2000-ൽ വന്നപ്പോഴും എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ്. നല്ല നേതൃത്വത്തിന്റെ ആയാലും അണികളൊന്നും ഒരു പ്രശ്നമില്ല. പ്രവർത്തകരെല്ലാം നല്ല ആൾക്കാരാണ് ഇപ്പോഴും, എനിക്കൊരു തർക്കവും ഇല്ല. പക്ഷെ ആ പാർട്ടിയെ കൊണ്ടുപോകുന്ന ആൾക്കാർ മാറി മാറി എന്ന് വന്ന് ഇപ്പൊ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് ഈ ഒരു താഴെത്തട്ടിലുള്ളവരൊന്നും വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ, അതോ കുറച്ച് ഭാഗമായിട്ട് പോകുന്ന പോലെ കുറച്ച് ആൾക്കാരുടെ കയ്യിലേക്ക്
പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ ഇപ്പൊ തന്നെ ഗവൺമെന്റിന്റെ പരിപാടികൾ തന്നെ കണ്ടില്ലേ, PM ശ്രീ പദ്ധതിയായി ബന്ധപ്പെട്ട ഘടകകക്ഷികൾക്ക് പോലും അറിയുന്നില്ല. അതിലുള്ള പല മന്ത്രിക്കും അറിയാമോ എന്നുള്ള കൺഫ്യൂഷനാണ് എനിക്കും പത്രങ്ങളും TV ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പൊ അതെല്ലാം തന്നെ ഈ ഭാഗങ്ങൾ, ഇതിന്റെയൊക്കെ വ്യതിയാനങ്ങളുടെ കൂട്ടായിട്ട് പോകുന്ന, പാർട്ടിയെ ആകെ ചർച്ചയും സ്വയം വിമർശനവും എല്ലാം ചെയ്ത് ചർച്ച ചെയ്ത് നല്ലപോലെ പോകുന്ന ഒരു പാർട്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ആരും പുറത്തേക്കൊന്നും മിണ്ടാറില്ല. എന്നോട് തന്നെ ചിലര് പറയാറുണ്ട്, സഖാവെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അന്നേരം പാർട്ടിയിൽ ഇല്ലല്ലോ എന്നിങ്ങനെ പറയാറുണ്ട്. അത് ശരിയല്ല, തിരുത്തണമല്ലോ. അത് തന്നില്ല ഇത് തന്നില്ല എന്നല്ല, തന്നതെല്ലാം ജനങ്ങളോട് സഹായിച്ചുകൊണ്ടാണ് ജയിച്ചു വന്നത്. അവർക്ക് വേണ്ടി അല്ലാതെ നാടിന് വേണ്ടിയാണ് ആ അധികാരം മുഴുവൻ ഉപയോഗിച്ചത്. ഈ മണ്ഡലം മുഴുവൻ നോക്കി അറിയാൻ കഴിയും. അത് വിലവെച്ചില്ല എന്നുള്ളതാണ് എനിക്ക് വിഷമമുള്ളത്. ഇപ്പോഴത്തെ മന്ത്രിസഭ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും മാഡത്തെക്കാൾ ഒരുപക്ഷെ കുറച്ചു കാലം മാത്രം MLA മാരായിരുന്നിട്ടുള്ള ബിന്ദു മേഡത്തെ പോലുള്ളവർ, അല്ലെങ്കിൽ ശ്രീമതി വീണ ജോർജിനെ പോലുള്ളവരൊക്കെ ഇന്ന് മന്ത്രിമാരായ ആ മന്ത്രിസഭയിലുണ്ട്. പക്ഷെ 3 തവണ MLA ആയിരുന്നിട്ടും 2016 ഒരു LDF ഗവൺമെന്റ് വരുന്ന സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനത്തേക്ക് ശ്രീമതി ഐഷ പോറ്റിയുടെ പേര് എന്തുകൊണ്ട് വന്നിട്ടുണ്ടാവില്ല? ആ ചോദ്യം എനിക്കും ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് പാർട്ടി, എനിക്ക് അങ്ങനെ മന്ത്രിയാകണമെന്നൊന്നുമില്ല. മന്ത്രിയൊന്നും അല്ലാതിരുന്നിട്ടും ഇവിടെ ഈ 5 കൊല്ലം ചെയ്തതിന്റെ 10 ഇരട്ടി കാര്യങ്ങൾ ചെറിയ സമയം കൊണ്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഞാന്. അതുകൊണ്ട് മന്ത്രിയാകുന്നുണ്ടോ ഇല്ല, ഒരു സ്ഥാനം വരുന്ന അതൊക്കെ തന്നെ പാർട്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. വീണ ജോർജും പാർട്ടി മെമ്പർ പോലും ആയിരുന്നില്ലല്ലോ. MLA ആയി കഴിയുമ്പോൾ പാർട്ടി മെമ്പറായി, ഏരിയ കമ്മിറ്റി അംഗമായി. ഞാനൊക്കെ ജില്ലാ കമ്മിറ്റിയിലായ സമയം തന്നെ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാ. ജില്ലാ കമ്മിറ്റിയിലായി, ഇപ്പൊ സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവുമായി. അതിലൊന്നും കാര്യമില്ല, അതൊന്നും അല്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതി. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചിലർ ചെയ്താൽ കുഴപ്പമില്ല, ചിലർ ചെയ്താൽ കുഴപ്പമാണ്. ഇത് കണ്ണു തുറന്ന് കാണത്തില്ലേ, കാതു തുറന്ന്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് തീർച്ചയായിട്ടും നേതൃത്വം പരിശോധിക്കണം. നമ്മുടെ കൺമുമ്പിലുള്ള കാര്യങ്ങൾ മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഞാനായിട്ടൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും എല്ലാവരോടും ഇപ്പൊ CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ EMS-ഉം AKG ഉള്ള, ഞാൻ അത്ര വലിയ പാരമ്പര്യമുള്ള പാർട്ടിക്കാരി എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ വന്നു ചേർന്ന അന്ന് മുതൽ ആ പാർട്ടിയോട് നല്ല ആത്മാർത്ഥതയോടെ അതിൻ്റെയോട് ചേർന്ന് നിന്ന് ഒരു പോറലും വരാതെ കൊണ്ടുപോയ ഒരാളാണ്. അത് കഴിഞ്ഞ് മനസ്സ് മടിച്ചിട്ടാണ് ഞാൻ അത് എല്ലാം അവസാനിപ്പിച്ചു. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായിട്ടുള്ള തുറന്നു പറയാവുന്ന, അഭിപ്രായം പറയാവുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അങ്ങനെ വരുന്നുണ്ട്. ഇതിലൊന്നും ഞാൻ പരാതി പറയല്ല. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പാർട്ടിയിലെല്ലാം തന്നെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിപ്രായങ്ങളില്ല, അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. ചില ആൾക്കാരുടെ കയ്യിലൂടെ പോവാണ്. അതുകൊണ്ടാണ് ഒരു തവണ വന്നവരുന്നോ ഇപ്പൊ തന്നെ 2 പ്രാവശ്യം പണ്ട് മന്ത്രിയായിരുന്ന മൊത്തം പേരും പൊയ്ക്കോട്ടെ എന്ന്. എക്സ്പീരിയൻസ് ഉള്ളവർ വേണം, പുതുമുഖങ്ങൾ വേണം, നല്ല പരിചയമുള്ളവർ വേണം. അതല്ലേ ഒരു നല്ല എന്നുള്ളത് ചിലരെയൊക്കെ ഒഴിവാക്കാനുള്ള ഒരു മാനദണ്ഡമാക്കി എടുക്കുന്നുണ്ടോ? അത് നിങ്ങളൊക്കെ ഊഹിച്ചോളുക എന്താണെന്ന് മറ്റുള്ളവർ. എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു സ്ത്രീകളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അതിനകത്ത് നിൽക്കുന്ന രാഷ്ട്രീയം നടത്തുന്ന, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവെ കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ്. അത് പ്രത്യേകിച്ച് അധികാര പദവികളിൽ കുറവാണ്. പക്ഷെ ഒരു തരത്തിലുള്ള ഗ്ലാസ് സീലിംഗ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ശൈലജ ടീച്ചറിന്റെ പേര് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉൾപ്പെടെ കിട്ടുന്നതാണ്. പക്ഷെ പെട്ടെന്ന് എവിടേക്കും ഇല്ലാത്ത രീതിയിൽ അവർ അപ്രത്യക്ഷയാവുകയാണ് ചെയ്തത് പെട്ടെന്നൊരു സമയത്തിന് ശേഷം. അതൊരു ഗ്ലാസ് സീലിംഗ്, അങ്ങനെ ഒരു ഗ്ലാസ് സീലിംഗ് അവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ പാർട്ടിക്കുള്ളിൽ? എനിക്ക് തോന്നുന്നത് നല്ല ജനകീയമായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപെട്ട് വരുമ്പോൾ അവരല്ല വേണ്ടത്, പാർട്ടിയെ മാത്രം സ്നേഹിക്കുന്നവരാണോ വേണ്ടതെന്ന് എൻ്റെ ഒരു ഡൗട്ടാണത്. അതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇത് എന്താണ് ശരിയെന്ന് എനിക്ക് അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഡെപ്തിൽ പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷെ കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. മാഡം 2006 ഇവിടെ മത്സരിക്കാൻ വരുന്ന സമയത്ത് ഇത് കൊട്ടാരക്കര അറിയപ്പെട്ടിരുന്നത് R ബാലകൃഷ്ണ സാറിന്റെ പേരിലാണ്. അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും ജനകീയനായിട്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ കൊട്ടാരക്കരയുടെ മുഖമായി അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു അധികായനായ ഒരു രാഷ്ട്രീയക്കാരനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണല്ലോ ആ തെരഞ്ഞെടുപ്പിലേക്കുള്ള എൻട്രി തന്നെ. അത് കേരളം മുഴുവൻ ചർച്ച ചെയ്തതുമാണ്. എന്തായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചാ വിഷയങ്ങളും, അല്ലെങ്കിൽ എന്തായിരുന്നു ക്യാമ്പയിൻ സ്ട്രാറ്റജി? അന്നത്തെ രാഷ്ട്രീയം എന്ന് പറയാൻ, അതിന് മുമ്പ് ഞാൻ ജില്ലാ പഞ്ചായത്തിലെ കഷ്ടിച്ച് ജയിച്ച് കേസും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ അന്നത്തെ പാർട്ടി എന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഒരു അവസരം തന്നു. ഇരുന്ന സമയം ഭംഗിയായിട്ട് പ്രവർത്തിച്ച് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, പലതും ഈ ചുവപ്പ് നാടയിൽ ഇരുന്ന ഫയലുകൾ വരെ റെഡിയാക്കി, ഇരുവട്ടുമല ഫാം, കമ്പാങ്കുളം കുടിവെള്ള പദ്ധതികൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ എല്ലാവരുടെയും കൂട്ടിച്ചേർത്തുകൊണ്ട് സോൾവ് ആക്കി നന്നായി പോയി എല്ലായിടത്തും ഓടിയെത്തുമായിരുന്നു. അപ്പൊ അങ്ങനെ
ഇരുന്ന് ഉള്ള പ്രവർത്തന പരിചയം എനിക്കുണ്ട്. പിന്നെ ഞാൻ ഏത് പരിപാടിയിൽ വിളിച്ചാലും പോകും. നമ്മളൊന്നും വലിയ ആളൊന്നും അല്ലല്ലോ. അപ്പൊ ചെറുതെന്നോ വലുതെന്നോ ഇല്ല, മനുഷ്യരെ വിളിച്ചാൽ എനിക്ക് പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലായിടത്തും പോകും. അപ്പൊ അങ്ങനെ എന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് എന്റെ പ്രവർത്തനം എന്നുള്ളത് കാണിക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോഴാണല്ലോ അവർക്ക് മനസ്സിലാവും. അപ്പോഴാണ് വീണ്ടും രണ്ടാമത് സംവരണം മാറി ജനറൽ സീറ്റ് വന്നപ്പോൾ ഈ കൊട്ടാരക്കര ഡിവിഷനിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ എന്നെ 9625 വോട്ടിന് അതേ ഡിവിഷൻ 2.5 പഞ്ചായത്തിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടു ജനങ്ങൾ. ആ ഒരു ഇതും കൊണ്ടാണ് 6 മാസം കഴിഞ്ഞപ്പോൾ അസംബ്ലിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ അസംബ്ലിയിൽ വന്ന 12,000-ലധികം വോട്ടിനാണ് അദ്ദേഹത്തോട് മത്സരിച്ച് ജയിച്ച. അത് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞാലും ജനങ്ങളാണ് ജയിപ്പിച്ചത്. ജനങ്ങൾ വോട്ട് തന്നു, ജനങ്ങളാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചത്. നമ്മൾ അതിന്റെ ഒരാളായി. പക്ഷെ ആ പ്രവർത്തനം ജനങ്ങൾ വിലയിരുത്തിയതുകൊണ്ടാണ്. പിന്നെ 2006-11 പിന്നെ കൂടുതൽ ഭൂരിപക്ഷം തന്നത് ഞാൻ എളിമയോടെ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഓർക്കുകയാണ്. ജനങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം ഓരോ തവണയും തന്നിട്ടുള്ളത്. അപ്പൊ എന്റെ ചുമതല കുറെ കൂടെ കൂടിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ജനകീയ അംഗീകാരമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ആർക്കായാലും വേണ്ട ഒരു കാര്യമാണ്. മാഡം ഇപ്പൊ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ സഖാവ് PS-ന്റെ മന്ത്രിസഭയുടെ കീഴിൽ MLA ആയി നിന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കീഴിലുണ്ടായിട്ടുണ്ട്, പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിലുണ്ട്. ഈ കാലയളവിലെല്ലാം കൊട്ടാരക്കരയിലേക്ക് വികസനങ്ങൾ പല രീതിയിൽ എത്തിയിട്ടുമുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സ്വയം വിലയിരുത്തുക? വികസന പ്രവർത്തനങ്ങൾ എനിക്ക് വളരെ വളരെ മെന്റലി സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. എന്താന്ന് വെച്ചാൽ സമയം പാഴാക്കാതെ ഓരോന്നോരോ നിങ്ങളെല്ലാം പരിശോധിച്ചോ, ഇവിടെ എല്ലാം വെറുതെ വർത്താനം പറയല്ല. ഒന്നാമത്തെ ടേണിൽ തന്നെ കോടതി സംബന്ധിച്ച് അന്നത്തെ 5.25 കോടി രൂപ അനുവദിപ്പിച്ച് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനവും കഴിഞ്ഞു. പ്രവർത്തന സജ്ജമാക്കിയിട്ടാണ് ഇറങ്ങുന്നത്. സിവിൽ സ്റ്റേഷൻ അതിന്റെ പണി തുടങ്ങി. കുറച്ച് തറക്കല്ലിട്ട് മാത്രമല്ല, കുറച്ച് പണി തുടങ്ങി. അപ്പോഴത്തേക്ക് അവിടെ അത് ഉണ്ടാക്കണമെങ്കിൽ പെട്ട പാട് കോടതികളെ എല്ലാം മാറ്റി സ്ഥാപിക്കണം, താലൂക്ക് ഓഫീസ് മാറ്റി സ്ഥാപിക്കണം, ട്രഷറി മാറ്റി സ്ഥാപിക്കണം. അതിനൊരു കഠിനമായ ജോലി ചെയ്യേണ്ടി വന്നു. ഒത്തിരി ഉദ്യോഗസ്ഥരുടെ, പിന്നെ എല്ലാവരുടെയും, ഭരണത്തിലിരിക്കുന്നവരുടെയും മറ്റുള്ളവരുടെയും പ്രസ്ഥാനത്തിന്റെ എല്ലാം പ്രസ്ഥാനത്തെക്കാൾ ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉദ്യോഗസ്ഥരും മറ്റുള്ള പൊളിറ്റിക്കലായിട്ട് മിനിസ്റ്ററുടെ ഓഫീസൊക്കെയാണ് വേണ്ടത്. അതെല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കി അതിന്റെയൊക്കെ പണി തുടങ്ങി. KSRTC ബസ് സ്റ്റാൻഡ് റെഡിയാക്കി. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യം. എവിടെയാണോ പ്രശ്നങ്ങളുള്ളത്. ഞാൻ ആദ്യം ജയിച്ചു വന്നപ്പോൾ എന്നോട് പത്രക്കാർ ചോദിച്ചു, ഇവിടെ ഒരു സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരുമോന്ന്, ഒരു കോടതി സമുച്ചയം കൊണ്ടുവരുമോന്ന് ചോദിച്ചു. ഇവിടെ ഇരിക്കാൻ ഒരു പാർക്കൊന്നും ഇല്ല, അത് വല്ലതും കൊണ്ടുവരുമോന്ന് ചോദിച്ചു. ബസ് സ്റ്റാൻഡിന് എന്തെങ്കിലും ചെയ്യുമോന്ന് ചോദിച്ചു. ഇതെല്ലാം ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുത്തു ചെയ്ത്. റൂറൽ SP ഓഫീസ് കേരളത്തിൽ 2 അനുവദിച്ചപ്പോൾ അത് ഈ കൊട്ടാരക്കര കൊണ്ടുവന്നു. എന്ത് കിട്ടിയാലും പുതിയത് വന്നാൽ അത് കൊട്ടാരക്കരയ്ക്ക് കൊണ്ടുവരുന്നൊരു എനിക്കൊരു വലിയ ഒരു ആവേശമായിരുന്നു. അങ്ങനെയാണ് ഇതെല്ലാം വന്നത്. ഏറ്റവും മോഡലായിട്ടുള്ള റൂറൽ SP ഓഫീസ് പോയി കാണാം. 1-ാം ടേണിൽ അനുവദിപ്പിച്ച് കെട്ടിടം പണി തുടങ്ങി. വസ്തു കിട്ടിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. 3 ഏക്കർ 10 സെന്റ് സ്ഥലം അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ ഒഴിപ്പിച്ചിട്ട് വന്നത്. പിന്നെ പണി തുടങ്ങി പൂർത്തീകരിച്ചത് കഴിഞ്ഞവണ്ണം പൂർത്തീകരിച്ചു. കോവിഡ് വന്നുകൊണ്ടും ഒക്കെയാണ് അതിന്റെ ബാക്കി ഫിനിഷിങ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ ഉടനെ അത് ശരിയായി. എത്ര ഭംഗിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത്, അവിടുത്തെ ക്യാമ്പസ് അതെല്ലാം. അതുപോലെയാണ് സിവിൽ സ്റ്റേഷൻ. കേരളത്തിന്റെ മോഡലാണത്. 4,65,000 ലിറ്റർ മഴവെള്ള സംഭരണി ഉൾപ്പെടെ സോളാർ പാനൽ ഉൾപ്പെടെയുള്ള എല്ലാ ഓഫീസുകളും പുതിയ ജില്ലാ ഓഫീസ് ഉൾപ്പെടെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അത്ര ഭംഗിയായിട്ട് കറണ്ട് പോയാൽ പോലും ഉഷ്ണിക്കാത്ത സംവിധാനത്തിലൂടെയാണ് അവിടുത്തെ മുറികളൊക്കെ ചെയ്തിട്ടുള്ളത് പരമാവധി. അപ്പൊ അങ്ങനെ ഒരു മോഡലായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 2-ാം തവണ ജയിച്ചപ്പോഴാണ് സ്കിൽ പാർക്ക് അനുവദിച്ചത്. അത് കേരളത്തിൽ 6 സ്ഥലത്താണ് എന്നാണ് എൻ്റെ 6 സ്ഥലത്താണ്. അതിലൊന്ന്. അപ്പോഴും ഞാൻ ഇതിന്റെ ട്രെയിനിങ്ങിനെല്ലാം പോകുമ്പോൾ അത് കൊട്ടാരക്കര കൊണ്ടുവരണം എന്ന് എനിക്കൊരാഗ്രഹമാണ്. അങ്ങനെയാണ് ഞാൻ ആ കൊളക്കട ഉള്ളവരോടും ഇവിടെ ഉള്ളവരോടും എവിടെയാണ് സ്പേസ് കൊടുക്കുന്നു അവിടെ തരുമെന്ന് പറഞ്ഞു. അത് ഓടി നടന്ന് ഒപ്പിച്ച് കാണിച്ചു കൊടുത്തു. വിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കുറച്ച് കൊച്ചു കെട്ടിടങ്ങൾ പൊളിക്കേണ്ടതും മരങ്ങളൊക്കെ ഉണ്ട്. ആ സൈറ്റ് ക്ലിയർ ചെയ്യാം, എന്നാലും ആവശ്യമുള്ള സ്ഥലം കാണിച്ചു കൊടുത്ത് എനിക്ക് അനുവദിച്ചു തന്നു. അപ്പൊ അതിന്റെ സൈറ്റ് ക്ലിയറൻസ് ഒക്കെ കുറെ നൂലാമാലകൾ വന്നുകൊണ്ട് ആ ടേണങ്ങ് കഴിഞ്ഞു. പിന്നെ 3-ാമത് ഞാൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. 3-ാമത് വന്നപ്പോൾ അതിന്റെ പണി തുടങ്ങി പൂർത്തീകരിച്ചു. ഇന്നിരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അത് വന്ന് ഉദ്ഘാടനം ചെയ്തു. നിരവധി ആൾക്കാർ ട്രെയിനിങ് എടുത്ത് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി പോവുകയും ചെയ്തു. അവിടുന്ന് അന്താരാഷ്ട്ര സ്ഥാപനമാണ്. അവിടെ എല്ലാ അന്താരാഷ്ട്ര സംവിധാനങ്ങളും നിങ്ങൾക്ക് പോയാൽ കാണാം. അതിനിടയ്ക്ക് ആ പണി 12 കോടിയുടെ പദ്ധതിയാണ്. അതിനിടയ്ക്ക് എത്ര കേസ് വന്നെന്നറിയോ? വഴി അടയ്ക്കാൻ പറ്റില്ല, പിന്നെ വേറെ ഒരു സംവിധാനം വേണം, കുറച്ച് സ്ഥലം അവർ അത് മുഴുവൻ എന്ത് പാടുപെട്ടിട്ട് സോൾവ് ചെയ്തെന്നറിയോ? ഈ പ്രശ്നങ്ങളൊന്നും ഇന്നില്ല.
സകലമാന റോഡും BMBC ചെയ്തു. ഈ കൊട്ടാരക്കര ശാസ്താംകോട്ട റോഡിന് 22 കോടി രൂപ അനുവദിച്ച് പണി തുടങ്ങി BM ചെയ്തു തീർത്ത. BC ചെയ്യുന്നതിന് മുമ്പ് അത് ഈ കാലാവധി കഴിഞ്ഞ് ഇട്ടിട്ട് പോയി. ഇനിയിപ്പോ അത് ശരിയായിട്ടില്ല. ഇപ്പൊ പാച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. റിംഗ് റോഡ് ഇവിടെ ബൈപ്പാസിന് ശ്രമിച്ചപ്പോൾ ഒരുപാട് വീട് പോകും. ജനങ്ങൾക്ക് അത് നമുക്ക് എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ആണ് ആലോചിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ എല്ലാവരുമായിട്ട് ആലോചിച്ചപ്പോൾ ഒരു റിംഗ് റോഡ് അതിന്റെ ഹാഫ് റിംഗ് ചെയ്ത് അതും BC വരെ ചെയ്തു. കുറെ പേര് സ്ഥലം വിട്ടു തന്നു ട്രാഫിക് ഒഴിവാക്കാൻ. അതും BC ചെയ്യാതെ BM മാത്രമായിട്ട് പോയപ്പോൾ അതും കുറെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇപ്പൊ പഴയ കേൾക്കുന്നുണ്ട്. പിന്നെ പുലമൺ ജംഗ്ഷനിലെ ട്രാഫിക് കുരുക്ക് ഒഴിവാക്കാൻ ഫ്ലൈ ഓവർ അനുവദിപ്പിച്ചു. 59.46 കോടി രൂപ. TS കൊടുത്ത് ടെൻഡർ ചെയ്താൽ മതിയായിരുന്നു. അതിന്റെ അളവ് വരെ തീർത്തു വെച്ചിരുന്ന ചെറിയ ദൂരെയുള്ള ആർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷെ ആരൊക്കെയോ ഒന്ന് എതിർക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനും അങ്ങ് ഇറങ്ങി. അത് കോവിഡിന്റെ ഒരു പ്രശ്നം വന്ന് നമ്മളെ കുറെ സമയം പോയിട്ടുണ്ടായിരുന്നു. എന്നാലും അത് വേണേ പണിയാമായിരുന്നു. ഇപ്പൊ എപ്പോഴേ തീർന്ന് വലിയൊരു ആശ്വാസമായി. ബൈപ്പാസ് പക്ഷെ 5 വർഷമായി. തെരഞ്ഞെടുപ്പ് വരുമ്പോ പറഞ്ഞ് നമ്മളെല്ലാം തെരഞ്ഞെടുപ്പ് വരുമ്പോഴല്ല വാഗ്ദാനം പറയണ്ടേ. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. എല്ലാ സമയവും ഒരുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം, സമയം കളയാതെ. എന്തും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാനോ അത് ചെയ്തു കൊടുക്കണം. റോഡുകൾ ആ കൊളക്കട പഞ്ചായത്തിൽ പോയി നോക്കി, ഒരു റോഡും ഇല്ലാതെ എല്ലാം ചെയ്തിരുന്നു. വളരെ കുറച്ച് ഇട റോഡുകളെ ഉള്ളായിരുന്നു. എല്ലാം BMBC. ചെട്ടിയാരഴിയത്ത് പാലം, ഏനാത്ത് പാലത്തിന് ഒരു തകർച്ച വന്നപ്പോ ബെയിലി പാലം ഒക്കെ വെച്ച് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ആ പാലം ബലപ്പെടുത്തി. പക്ഷെ ഇനി അങ്ങനെ ഒന്ന് ഭാവിയിൽ വന്നാൽ ബുദ്ധിമുട്ടരുതെന്ന് വെച്ചിട്ടാണ് ചെട്ടിയാരഴിയത്ത് പാലം പണിഞ്ഞത്. അതെല്ലാം പണി ഏതാണ്ട് തീർത്ത് അപ്രോച്ച് റോഡിന്റെ ശകലം കൂടി ഉള്ളായിരുന്നു ചെയ്യാൻ. കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ അതും തീർന്ന് അന്നേ ഉദ്ഘാടനം ചെയ്യായിരുന്നു. അത് അതിന്റെ എമൗണ്ട് ഞാൻ ഓർക്കുന്നില്ല, അതെല്ലാം റെക്കോർഡിലുണ്ട്. ആ പാലം പണി നല്ലതായിട്ട് തീർത്തു. അറക്കടവില് വളരെ എളുപ്പത്തില് നെടുമക്കാവിൽ നിന്നൊക്കെ തിരുവനന്തപുരത്തേക്ക് വരെ പോകാം, വെളിയത്തേക്ക്. ആ പാലം അതും കിഫ്ബിയുടെ ആദ്യത്തെ 10.46 കോടി രൂപയാണത്. ഇതും 10.5 കോടിയോ മറ്റോ ആണ്. അത് പിന്നെ ഡിലേ ആയി ഇപ്പം ഇന്നാളിലാണ് തീർന്നിട്ടുള്ളത്. ഇങ്ങനെയെല്ലാം കുറേ അധികം കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. താങ്കൾ ഇപ്പൊ 2016 ജയിക്കുന്നത് ഒരു വലിയ ഭൂരിപക്ഷത്തോടാണ്, 40,000-ഓളം ഭൂരിപക്ഷത്തിലാണ്. 42,632. അതെ, അത്രത്തോളം വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുക. പക്ഷെ ഒരു തുടർ ഭരണത്തിന്റെ സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും 2021 CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബാലഗോപാലിന് അതിന്റെ ഒരു 4/1 പോലും ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയും. ഒരു 12,000 ഭൂരിപക്ഷത്തിലേക്ക് അത് കുറയാണ് ചെയ്യുക. അത് ഒരു ഭരണ തുടർച്ചയുടെ സിറ്റുവേഷനിൽ പോലും എന്തുകൊണ്ടായിരിക്കാം അന്ന് CPM ഇത്രത്തോളം? അത് ഞാൻ ഈ പ്രവർത്തിച്ച് കണ്ടിട്ടുണ്ടല്ലോ, ജനങ്ങൾക്കറിയാലോ. ഞാൻ ഒരാളുടെയും രാഷ്ട്രീയം ഒന്നും നോക്കാറില്ല. ഏത് മനുഷ്യർ വന്നാലും ഏത് സ്ഥലത്തായാലും മറ്റു മെമ്പർ ആയാലും വേറെ രാഷ്ട്രീയത്തിൽപ്പെട്ടൊന്നും നോക്കാറില്ല. പൊതുസമൂഹത്തിന് പറ്റുന്നത് ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിക്കും. അത് ഞാൻ ഈ കമ്മിറ്റിയിലെല്ലാം പറയും. നയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്നത്തെ പാർട്ടിയായിട്ട് ആലോചിക്കും. പിന്നെ ബാക്കി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടത് അവിടെ നയപരമായ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരും. നന്നായിട്ട് പോകും. പ്രവർത്തിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം, കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടായിരിക്കാം ജനങ്ങൾ വലിയ ഭൂരിപക്ഷം തന്നത്. പിന്നെ പുതിയ ആൾക്കാരാകുമ്പോൾ ഉള്ളതായിരിക്കാം. പക്ഷെ ഇനി വേണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾ വിലയിരുത്തും. അന്ന് കൊണ്ടുവന്നതൊക്കെ തന്നെയാണല്ലോ ഇപ്പൊ ഉദ്ഘാടനം. ഞാൻ ഈ വർക്ക് നിയർ ഹോം ഞാൻ കൊണ്ടുവന്നതല്ല. നഴ്സിംഗ് കോളേജിന്റെ കെട്ടിടം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. IHRD എഞ്ചിനീയറിംഗ് കോളേജിന്റെ കെട്ടിടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ കോളേജ് അനുവദിക്കണം എന്ന് പറഞ്ഞ് എന്റെ തന്നെ കത്തുകളുണ്ട്. ITI ഞാനിരുന്നപ്പോ തന്നെ കൊണ്ടുവന്ന് പ്രവർത്തനം ആരംഭിച്ചതാണ്. പക്ഷേ അതുപോലെ നമ്പിമൺ കടവ് പാലം, തൂക്കുപാലം, അത് ഫസ്റ്റ് ടേണിൽ 2006-11 കാലഘട്ടത്തിൽ ഇൻകലിനെ കൊണ്ട് ജയിച്ചതാ. 86 ലക്ഷമായിരുന്നെന്നാണ് എന്റെ ഓർമ്മ. അത് ചെയ്യിച്ച് ഉദ്ഘാടനം ചെയ്ത് ഒരു മരം വന്നിടിച്ച് വെള്ളപ്പൊക്കത്തിൽ പൊട്ടിപ്പോയി. അത് ഇന്നാൾ അറ്റകുറ്റപ്പണി ചെയ്തപ്പോ അത് ഞാൻ കൊണ്ടുവന്നതല്ലാതായി, വേറെ പുതിയ ഇതൊക്കെ പരിശോധിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവനവൻ ചെയ്തിട്ട് വരാം. അല്ലെ മുമ്പിരുന്നവര് തുടങ്ങി വെച്ചതിന് ഇന്ന് വന്നൊന്ന് പറയണ്ടേ ഒന്ന്. അതില്ല എന്നുള്ളത് ഒരു വല്ലാത്ത പ്രയാസമാണ്. കൊട്ടാരക്കരയ്ക്ക് വേണ്ടിയിട്ട് ഇനിയുള്ള മനസ്സിലുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൊട്ടാരക്കരയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ, കുറേയധികം കാര്യങ്ങൾ ഇപ്പൊ ഈ കുറച്ച് വർഷങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടതെന്ന് പറയാൻ കുടിവെള്ള പദ്ധതി വേണം. ഈ ടൂറിസം പദ്ധതി, മീൻപിടിപ്പാറ കഴിഞ്ഞ തവണ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത് ജയിച്ചപ്പോ 46 ലക്ഷത്തിന്റെ അനുവദിച്ചു. പിന്നെ 1.5 കോടി കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അനുവദിച്ചാണ് ഇപ്പൊ കാണുന്ന പാർക്ക്. അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അങ്ങ് പുത്തൂർ ബുക്ക് വരെ എത്തിക്കാം.
തോടിന്റെ രണ്ട് സൈഡും. പി.ജെ. ജോസഫ് സാർ ഇരുന്നപ്പോൾ 2.25 കോടി അനുവദിച്ച കുറേ വർക്ക് ചെയ്തിട്ട് ബാക്കി അയാൾ ഇട്ടിട്ട് പോയി. സമരങ്ങളും മണ്ണെടുക്കുന്നതും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട്. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ പൊതുജനങ്ങൾക്കൊന്നും വന്നിരിക്കാൻ ഈ ടൗൺ മേഖലയിലൊക്കെ വളരെ ആശ്വാസം. ആ തോട് നല്ലതായിട്ട് വരും. അതെല്ലാം ഇനിയും ചെയ്യണം. അതുപോലെ ഈ വന്നിട്ടുള്ള കരിയർ ഡെവലപ്മെന്റ് സെന്റർ വന്നിട്ടുണ്ട്. അത് ഈ സ്കിൽ പാർക്ക് കൂടാതെ എത്ര പേര് ജോലി കിട്ടിപ്പോയെന്നറിയാം. ഞാനിരുന്നപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അത്. ഇപ്പോഴും എത്രയോ പേര് അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഏറ്റവും അന്നത്തെ ടി.പി. രാമകൃഷ്ണൻ മന്ത്രി കോവിഡോ മറ്റോ അദ്ദേഹത്തിന് വന്ന് മാറിപ്പോയാണ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത്. അവിടെ എത്രയോ പേർക്ക് കോഴ്സ് കൊടുക്കുന്നുണ്ട്, ക്യാമ്പസ് സെലക്ഷൻ കിട്ടി പോകുന്നുണ്ട്. അതെല്ലാം അന്ന് തന്നെ കൊണ്ടുവന്നു. ഇങ്ങനെയെല്ലാം ഉള്ള നിരവധി കാര്യങ്ങൾ അതിനെ കുറെ കൂടി ഡെവലപ്പ് ചെയ്യണം. സ്കൂളുകളിൽ കുറച്ചുകൂടെ നല്ല പാഠ്യപദ്ധതികൾ കൊണ്ടുവരണം. ഇന്ന് കാണുന്ന കുറേ തെറ്റായ പ്രവണതകളെ, മയക്കുമരുന്ന്, മദ്യം, ഇതൊക്കെ ഒഴിവാക്കാൻ കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം, മനുഷ്യർ തമ്മിലുള്ള നല്ല ബോണ്ടിങ് എങ്ങനെ വേണം, ഈ ജാതി മത ചിന്തകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അക്രമങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള നല്ല കുറേ മാറ്റങ്ങൾ ഈ പാഠ്യ വിഷയങ്ങളിൽ തന്നെ പ്രാക്ടിക്കലായിട്ടൂടെ കൊണ്ടുവന്നാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം, കുടിവെള്ളമായാലും എവിടെയെങ്കിലും പോരായ്മകളുള്ളതെല്ലാം ചെയ്യണം. കുറേ അധികം ഇപ്പൊ വന്നിട്ടുണ്ട്, പരിശോധിച്ചാൽ അറിയാം. അതോടൊപ്പം തന്നെ ഇനിയും പുതിയ കാലമല്ലേ. അപ്പൊ പുതിയ യുഗത്തിലാവുമ്പോൾ ചെറുപ്പക്കാരെയൊക്കെ നമ്മൾ കയ്യിൽ എടുത്ത് അവരുടെ കൂടെ ഐഡിയ നോക്കണം. സ്ത്രീകളെ കൂടുതൽ പങ്കാളികളാക്കിക്കൊണ്ട് നവീനമായിട്ടുള്ള തൊഴില് ചെയ്ത് ജീവിക്കാൻ എല്ലാവരെയും പഠിപ്പിക്കണം. തൊഴില് ചെയ്ത് ജീവിക്കാൻ മടിയരാവാതെ, നല്ല അറിവുണ്ടാക്കാൻ, നന്നായിട്ട് പറയാൻ, നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള കോച്ചിങ്, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഈ കാലഘട്ടത്തിന് യോജിക്കുന്ന തരത്തിൽ. ഇപ്പൊ AI കാലമാണ്. അത് പ്രവർത്തിപ്പിക്കാൻ അറിയുന്നവർ വരണ്ടേ. അതുപോലെ ഇപ്പൊ വേണമെങ്കിൽ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിലെ ഒരു ആശുപത്രി സർജറി ചെയ്യാം ഇപ്പോഴത്തെ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച്. അപ്പൊ അതിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ആ രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല എല്ലാ തലത്തിലുള്ള മേഖലകളെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഇനിയൊക്കെ ചെയ്യേണ്ടതാണ്. കാലഘട്ടം, നൂറ്റാണ്ട് മാറിക്കഴിഞ്ഞല്ലോ. അപ്പൊ അത് അനുസരിച്ച് കേരള സർക്കാരിന്റെ എന്ത് വികസന പദ്ധതികളുടെ കാര്യം സംസാരിച്ചാലും ആദ്യം പറയുന്ന ഒരു കാര്യം സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ്. കടത്തിലാണ് സംസ്ഥാനം എന്നൊക്കെയുള്ളതാണ്. നമ്മുടെ തന്നെ ഇവിടുത്തെ കൊട്ടാരക്കര തന്നെ MLA ആണ് നിലവിലത്തെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു സർക്കാരിന്റെ 5 വർഷത്തെ സാമ്പത്തിക ഇടപെടലുകളെയും വികസന പദ്ധതികളെയും മാഡം വിലയിരുത്തുന്നത്? ഞാൻ അങ്ങനെ വിലയിരുത്തുന്ന പറഞ്ഞാൽ കഴിഞ്ഞ കാലത്താണ് ഞാൻ ഇരുന്നിട്ടുള്ള. ഐസക് സാർ ഇരുന്നപ്പോഴും മാണി സാർ ഇരുന്നപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സത്യത്തിൽ ടാക്സ് ഒരുപാട് കൂട്ടിയിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കോടതി ഫീസ് ആയാലും റവന്യൂ വരുമാനം ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും കടമാണ്. കുറച്ചുകൂടെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കമന്റ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് ദീർഘവീക്ഷണത്തോടെ കണ്ട് ഓരോ മേഖലകളിലെയും ചെലവഴിക്കൽ. ഞാൻ വലിയ ധനകാര്യ വിദഗ്ധ ഒന്നും അല്ല. അതൊക്കെ ഐസക് സാർ ഇരുന്നപ്പോഴും മാണി സാർ ഇരുന്നപ്പോഴും അവരുടെ ആ വലിയ തോതിലുള്ള ഇടപെടൽ കണ്ട ഒരാളെന്ന് മാത്രമേ ഉള്ളൂ. കുറെ കൂടൊക്കെ പ്രാക്ടിക്കലായിട്ട് വേണ്ടടത്ത് വേണ്ട രീതിയിൽ ചെലവഴിച്ചൊക്കെ പോയാൽ, അനാമത്ത് ചെലവുകൾ ഒഴിവാക്കിയാൽ, വെറുതെ ഉള്ള ഒരുപാട് ചെലവുകൾ ഈ സംഘാടനത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കുറച്ചാൽ കുറെ കൂടി ഫലപ്രദമായിട്ട് കടം കുറയ്ക്കാനായിട്ട് സാധിക്കും. കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പല കാര്യങ്ങളും ഞാൻ എന്നതെന്ന് എടുത്തു പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് കണ്ടാൽ തോന്നും അത്രയും വേണോ, എന്നാ ഇതിന് ചെലവാക്കിക്കൂടെ എന്ന്. ഇപ്പൊ തന്നെ ആശാ വർക്കേഴ്സ് കഷ്ടം തോന്നിയായിരുന്നു. അന്നേരം നമ്മള് ചില വിഭാഗങ്ങൾ വലിയ തോതിൽ അങ്ങോട്ട് ശമ്പളം വർദ്ധിപ്പിക്കുകയും ചില നോക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ആശാ വർക്കേഴ്സിന് ഒരല്പം അവരെ ഒന്ന് വിളിച്ചിരുത്തി ഒന്ന് സംസാരിച്ച്, സാരേ ഇല്ല നമുക്ക് നോക്കാം എന്നൊക്കെ ഒന്ന്, അങ്ങനെ ഒത്തിരി ദീർഘനാളത്തെ അതൊക്കെ ശരിയല്ല. പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാം. പിന്നെ ഏതിനെ രാഷ്ട്രീയമായിട്ട് മാത്രം എതിർക്കാതിരിക്കണം. നല്ല കാര്യങ്ങളാണെങ്കിൽ അതിനെ എടുത്ത് ആ ഫണ്ട് വാങ്ങി എടുക്കണം. ആ ഫണ്ട് തരുന്നതിന് എന്തെങ്കിലും നയപരമായ വലിയ തോതിലുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, അത് കൺവിൻസ് ചെയ്ത് ചർച്ച ചെയ്തിട്ട് മാറ്റി ആ ഫണ്ട് മാക്സിമം വാങ്ങിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അത് ചെയ്താൽ തന്നെ വലിയ മാറ്റം വരും. കേന്ദ്രത്തിന്റെ ഒക്കെ ഫണ്ട് തന്നെ പല രൂപത്തിൽ അതിന്റെ തടസ്സം എന്താണെന്ന് കൺവിൻസ് ചെയ്യിക്കണം. അങ്ങനെ മാറ്റിയെടുത്ത് നമ്മൾ ചാനലൈസ് ചെയ്ത്, പിന്നൊരു പ്രശ്നമുണ്ട്, ഏത് ഫണ്ട് എവിടുന്ന് നിന്നാലും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താലേ ബാക്കി ഫണ്ട് തരുള്ളൂ. അത് മറിച്ച് ചെലവഴിച്ചു കഴിഞ്ഞാൽ പൈസ തരത്തില്ല. പൈസ തന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പല കാര്യങ്ങളും ഒന്ന് പരിശോധിക്കേണ്ടതാണ്. യൂട്ടിലൈസ് ചെയ്ത് അവർ പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച്, മാനദണ്ഡം എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ട് വലിയ ഒട്ടും ശരിയാവുന്നില്ല, അത് കൺവിൻസ് ചെയ്ത് ചർച്ച ചെയ്തിട്ടല്ലേ എല്ലാം മാറ്റുന്നത്. അതിന് ഭേദഗതികൾ വരുത്തിയിട്ട് അത് ചെലവഴിച്ച് ഇത്രയും ചെലവഴിച്ചിരിക്കുന്ന ബാക്കി ഫണ്ട് വരും.
അങ്ങനെ തന്നെ ചെയ്താൽ തന്നെ ഈ ഭാരം കുറയുമെന്നാണ് എന്റെ ചെറിയ അറിവിലുള്ള തോന്നല്. എനിക്ക് ഇത് മാത്രമല്ല, വേറെ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ഇടപെടാൻ പറ്റും. ഈ കൊട്ടാരക്കരയുടെ തന്നെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ നിർണായക ശക്തികളിലൊന്നാണ് കേരള കോൺഗ്രസ് ബി. ഇപ്പൊ ഈ അടുത്ത അവരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് ഗണേഷ് കുമാർ MLA ഇപ്പോഴും അദ്ദേഹവും ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരം വിഷയങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു ഒരാളുടെ മരണശേഷവും ഇങ്ങനൊരു ചർച്ച ഉണ്ടാകുന്നതിന് ശരിയല്ല അത്. കാരണം എന്താണെന്നറിയോ, ഈ നാട് മുഴുവൻ കണ്ടുകൊണ്ടിരുന്നതാണ് ഉമ്മൻചാണ്ടി സാർ എങ്ങനെയായിരുന്നെന്ന്. എല്ലാവർക്കും കാണാം. അദ്ദേഹത്തെ പോലെ നമുക്ക് ഇത്രയും പേരെ ഒന്നിച്ച് അഡ്രസ് ചെയ്യാൻ പറ്റുമോ? ഒരു ത്യാഗപൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം. ഞാൻ അദ്ദേഹത്തെ അങ്ങനെ ബൂസ്റ്റ് ചെയ്യാനും ഒന്നുമല്ല, ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണെന്ന് അനുസ്മരണത്തിന് പോയപ്പോഴും എന്റെ അനുഭവങ്ങൾ പറഞ്ഞത്. ആര് ചെന്നാലും അതിനെ കളിയാക്കേണ്ട ആവശ്യമില്ല. അവരെ ഒന്ന് കേൾക്കുമ്പോൾ വലിയ സങ്കടത്തോടെ ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒന്നുമല്ലേ അതൊന്ന് കേട്ട് നോക്കാമെന്നൊന്ന് പറയുമ്പോൾ തന്നെ ഒരു പാതി ആശ്വാസം വരത്തില്ലേ? അതൊരു നല്ല നേച്ചർ. എന്തിനാണ് അങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തെ അങ്ങനെ കുറ്റം പറയുന്നത് ഒട്ടും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് ആ സർക്കാരിൽ നിന്നപ്പോഴും എനിക്കറിയാം, അന്ന് ഭാര്യ പറഞ്ഞിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മൾ സ്വയം, ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. മേളിന്റെ എന്ത് പറഞ്ഞാലും പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു മനസ്സിന് മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയരുതെന്നാണ് എന്റെ പക്ഷം. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും അതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് പിന്നീട് വന്നേക്കാം, സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ എന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അന്ന് അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അന്ന് സമരം ചെയ്യുമായിരുന്നു ഉമ്മൻചാണ്ടി സാർ, അവരെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇപ്പുറത്തിരിക്കുമ്പോൾ ഇടതുപക്ഷം പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും കുറേ അധികം. പക്ഷെ ആ ഭാര്യയുടെയൊക്കെ വെളിപ്പെടുത്തലൊക്കെ വന്നപ്പോ സ്വയം മാറേണ്ടി വന്നു എന്നുള്ളതാണ് എനിക്ക് അതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യം. സഖാവ് VS-നെ അധിക്ഷേപിച്ച് ഗണേഷ് കുമാർ സംസാരിച്ചപ്പോ പോലും മാപ്പ് പറയാൻ ആദ്യം വന്നത് ഉമ്മൻചാണ്ടി സാറാണ് നിയമസഭയിൽ. മോശമല്ലേ അങ്ങനെ പറയുന്നത്? നമ്മളൊന്നും ആരും വലിയ ആളല്ല. അത് എത്ര കാലം അങ്ങനെ നിൽക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാം കഴിവുണ്ടെന്ന് ഒരിക്കലും ധരിക്കരുത്. നാളത്തെ നിമിഷം നമ്മുടെ ആണെന്ന് പറയാൻ പറ്റില്ല. ഒരാളും വലുതല്ല എന്ന് ആദ്യം ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആരെയും പഠിപ്പിക്കാനോ വേറെന്തെങ്കിലും ഉപദേശിക്കാനോ ആളല്ല. ഉറപ്പായിട്ടും ഓർക്കേണ്ടി വരും അത്. കാരണം അങ്ങനെയാണ്. ഒരു VS-നെ പോലെ ഒരാളെ എന്റെ ഭഗവാനെ രാധാകൃഷ്ണപിള്ള സാറിന് പറ്റിയ പോലെ ആവണമെന്നോ ഒരു പരാമർശം എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. വളരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് വന്നിരുന്നു. വേറെ ആരൊക്കെയോ പറഞ്ഞിരുന്നു. അതൊന്നും ഒരിക്കലും പാടില്ല. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുന്ന. പൊളിറ്റിക്സിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. മാന്യമായ ഭാഷ, നല്ല ഇടപെടൽ, നല്ല സംസ്കാരമുള്ള വർത്തമാനങ്ങൾ പറയുന്നതുകൊണ്ട് വല്ല നഷ്ടമുണ്ടോ? ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെയാണ് എഴുതി വിടുന്നത്? ഇതെല്ലാം കേട്ടല്ലേ യുവതലമുറ ഈ പാർട്ടിയെ വേണ്ടാന്ന് തോന്നുന്നു. ചെറുപ്പക്കാരെ വല്ലാണ്ട് അവർക്ക് രാഷ്ട്രീയം എന്ന് കേട്ട അലർജി പോലെയാകുക. ഞങ്ങളൊന്നും അതിനകത്തേക്കില്ല, ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കി പോവാം. എന്തുകൊണ്ട്? നല്ല മൂല്യങ്ങൾ ഉറപ്പിച്ചു കൊണ്ടുവരണം. അപ്പൊ നമ്മളൊന്നും അതിന് അത്രയൊന്നും ആയി കാണത്തില്ലല്ലോ. ഇപ്പൊ എനിക്ക് ഒത്തിരി കുറ്റം ഉണ്ടാവാം. പക്ഷേ പരമാവധി നല്ല രീതിയിലുള്ള സംഭാഷണം. പഴയ കാലത്തൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കെതിരെ ഒരു ആക്ഷേപം ഇതുപോലെയൊക്കെ ഇപ്പോഴൊക്കെ കേൾക്കുന്ന പോലത്തെ ആക്ഷേപം വന്ന അന്നേരം ആ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ കുറെ കാലമായിട്ട് അതൊന്നും കാണാനേ ഇല്ല. അപ്പൊ എന്ത് വന്നാലും ഒന്നുമില്ല, അത് ശരിയെന്നങ്ങ് പറഞ്ഞ് സമർത്ഥിക്കുക എന്നുള്ള. ഇന്ന് രാത്രിന്ന് പകലിരുന്നുകൊണ്ട് ഇത് രാത്രിയാന്ന് പറഞ്ഞാൽ ആ രാത്രിയാന്നങ്ങ് ന്യായീകരിക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് ഇപ്പം. അത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം. നല്ല മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ചെറുപ്പക്കാരോട് ഇതിലേക്ക് വരത്തക്കവണ്ണം അവർക്ക് കൂടി നല്ല വെളിച്ചം കൊടുക്കുന്ന തരത്തിലുള്ള മാന്യമായിട്ടുള്ള നല്ല ഇടപെടൽ, സംശുദ്ധമായ ഇടപെടൽ, ജോലി ചെയ്ത് ജീവിക്കാനുള്ള പഠിപ്പിച്ചുകൊണ്ട്, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചുകൊണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് വരേണ്ടത്. അപ്പോഴാണ് സർവീസ് സംഘടനകളും ശരിയാവുന്നത്. അത് അങ്ങനെ തന്നെ കൊണ്ടുവരണം എന്നാണ് ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പ്രവൃത്തികളും ഈ കഴിഞ്ഞ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ പോലും മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് എന്താണ് പെട്ടെന്ന് ഇടതുപക്ഷത്തിന് ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന്റെ ഒരുപക്ഷെ ഒരു കാലത്ത് വലിയ ചരിത്രമുണ്ട്, ഇവിടെ വർഗീയതയൊക്കെ ചെറുത്ത് നിർത്തിയ ചരിത്രമുള്ള ഒരു പ്രസ്ഥാനം പെട്ടെന്ന് ഈ രീതിയിൽ മാറുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ആ പ്രസ്ഥാനം എല്ലാം അത് മനസ്സിലാക്കണം. പ്രസ്ഥാനങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഈ വരുന്നത് ജനങ്ങൾ പറയുന്ന കാര്യമാണല്ലോ എന്നോട് ഈ ചോദിക്കുന്നത്. അത് ചിന്തിക്കേണ്ടത് തന്നെയല്ലേ. നമുക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് ആദ്യം ആലോചിക്കണം. ഒരാളെ രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നോ പറഞ്ഞാൽ ഇങ്ങോട്ട് 10 കൈ ചൂണ്ടിയാൽ നമ്മൾ ശരിയാണോ എന്ന് ആദ്യം നോക്കണം. ഞാനിത് എപ്പോഴും പറയുന്ന ഒരാളെ, എല്ലാവർക്കും നിയമം ഒരുപോലെ, എല്ലാവർക്കും കാര്യങ്ങൾ ഒരുപോലെ, തുല്യതയാണ് ഭരണഘടന പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരാളെല്ലാം ചെയ്താൽ അത് ശരിയും
മറ്റൊരാൾ ചെയ്താൽ അത് തെറ്റും ആവാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരോടും ഒരേ രീതിയിലുള്ള ഇടപെടൽ വരണം. തീർച്ചയായിട്ടും ഇതൊക്കെ തിരുത്തപ്പെടേണ്ടതാണ് പല കാര്യങ്ങളും. ഒരു വിരുദ്ധ വികാരം ഈ സർക്കാരിനെതിരായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഒരു പക്ഷത്ത് നടക്കുന്നു, വിലക്കയറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ ഒരു ഭാഗത്ത് നടക്കുന്നു, ലഹരിയുടെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഒരു ജനവിരുദ്ധ വികാരം എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കും. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ മയക്കുമരുന്നൊന്നും ഒരു ഒരു രക്ഷയില്ലാത്ത പോലെ വല്ലാതെ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇത് ഇല്ലാതാക്കാനുള്ള നടപടികൾ ഗ്രാസ് റൂട്ട് ലെവലിലെ എത്ര ക്യാമ്പയിൻ നടത്തിയിട്ടും നമ്മൾ പത്രങ്ങളിലൂടെയും ടിവിയിലൂടെയും ദിവസവും കേൾക്കുന്ന വാർത്തകൾ പിടിക്കപ്പെടുന്നത് പോലും പലപ്പോഴും ക്യാരിയേഴ്സ് മാത്രമാണ്. ഇതിന്റെ ഒരു ഒറിജിനിലേക്ക് എത്തിക്കാൻ അങ്ങോട്ടേക്ക് എത്തുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. അതുപോലെ ഈ ശബരിമല വിഷയമൊക്കെ ആണെങ്കിലും വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ആര് കുറ്റം ചെയ്തിട്ടുണ്ട്, എനിക്കറിയാൻ വയ്യ ആരെന്ത് ചെയ്തു, നമുക്ക് അറിയുന്നില്ല, വാർത്തകളിൽ കൂടെ കാണുന്നില്ല. ആര് കുറ്റം ചെയ്താലും കൃത്യമായിട്ട് അത് കണ്ടുപിടിച്ച് അതൊക്കെ തിരുത്തപ്പെടണം. ഒരു സംശയവും വേണ്ട അതിനൊന്നും. ഒരു കാരണവശാലും ഇമാതിരിയുള്ള ഒരു ആക്ഷേപങ്ങൾ വരാതിരിക്കാൻ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുക തന്നെ വേണം. ഒരു സംശയമില്ല. ഈ 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് UDFന്റെ സാധ്യതകളെ നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ വരുന്നതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നീ എന്തെല്ലാം പറഞ്ഞ് സമർത്ഥിച്ചാലും ജനങ്ങൾ പ്രതികരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പാണത്. ജനങ്ങൾ പ്രതികരിക്കും. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ്. നല്ലൊരു മാറ്റം. കാരണം ഇപ്പം കൊണ്ടുപോകുന്ന കാര്യങ്ങളൊന്നും പൊതുസമൂഹമായിട്ട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും അത്. അതുകൊണ്ടൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊന്നും കുറെ കൂടി ഒരു ജനകീയമാവണം, എല്ലാം ജനങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുന്നതാവണം. എല്ലാം അതായത് PR വർക്കിലൂടെ, അതായത് മൊത്തം ഇങ്ങനെ ഇതിപ്പോ വരുന്നു, ഇപ്പൊ വരുന്നു, അവിടെ അത് വരുന്നു, പിന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നു, ബൈപ്പാസ് വന്നു കഴിഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പോരാ. ബൈപ്പാസ് വന്ന് കാണിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ ഈ കെട്ടിടം പണി പൂർത്തീകരിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അതിന് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കണം. വേണ്ടേ? തടസ്സങ്ങൾ എവിടെയുണ്ടെങ്കിലും അത് സോൾവ് ആക്കി കാണിച്ചു കൊടുക്കണം. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളായാലും പൂർണ്ണമായിട്ട് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്നൊരു ഫീഡ്ബാക്ക് കൂടെ എടുക്കണം. അതും കൂടി ചെയ്യണം. പണം ചെലവഴിക്കുന്നതിന്റെ ആയാലും ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായാലും ക്യാമ്പയിൻ ആയാലും വൻതോതിൽ പണം ചെലവഴിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ നടത്തുമ്പോഴും അതിന്റെ കുറച്ച് ഇപ്പൊ ആധുനിക കാലഘട്ടത്തിൽ കുറച്ചുകൂടെ ചെലവ് കുറച്ചൊക്കെ ചെയ്യാവുന്ന ഒരുപാട് കാര്യമുണ്ട്. ആ പണം കൂടി ഉപയോഗിച്ചാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് വേണ്ടി ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് പോകേണ്ടത്. മാഡത്തിന് ഈ അടുത്ത് രാഹുൽ ഗാന്ധിയായിട്ട് ഉൾപ്പെടെ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു മൊത്തത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു തിരിച്ചറിവിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തായാലും നല്ലൊരു മാറ്റം വരുന്ന ലക്ഷണമുണ്ട്. കുറേ അധികം കാര്യങ്ങൾ നല്ല എഫർട്ട് എടുത്തിട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നല്ല ടീം വർക്കായിട്ട് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവുമായിട്ട് വളരെ പ്രതീക്ഷ തരുന്ന തരത്തില് ഒരു നല്ല ഒരു മുന്നോട്ട് പോക്കിന്റെ ഒരു ലക്ഷണമാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും അത് ഉണ്ടാവും. ഉറപ്പാണ്. അവസാനമായിട്ട് ഒരുപക്ഷെ ക്ലീശേ ചോദ്യമായിരിക്കാം, പക്ഷെ എങ്കിലും ചോദിക്കുകയാണ്. 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മാഡത്തെ പ്രതീക്ഷിക്കാവോ? അതെനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്റെ മുമ്പിലുള്ള കാര്യമല്ല, അത് പാർട്ടി തീരുമാനിക്കുന്നതല്ലേ ആരാണ് സ്ഥാനാർത്ഥി എന്ന്. എനിക്കത് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന് ഏറെ നന്ദി. ഒരു വളരെ വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സ്പേസിൽ തന്നെ മാഡത്തിന് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.